ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രോഗ്രാമിങ്ങിനെ പറ്റി പഠിക്കുകയാണ്. എന്താണ് പ്രോഗ്രാം, എങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്, ഓരോ ലൈൻസും എന്തൊക്കെയാണ് അല്ലേ, പ്രോഗ്രാമിങ്ങിലേക്ക് നമ്മൾ കൂടുതൽ ചെല്ലുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് സ്ട്രക്ചർ ഓഫ് എ പ്രോഗ്രാം, സ്ട്രക്ചർ ഓഫ് എ C++ പ്രോഗ്രാം. ഒരു C++ പ്രോഗ്രാമിൻ്റെ ബേസിക് സ്ട്രക്ചർ എങ്ങനെയായിരിക്കും ഇവിടെ തന്നിട്ടുണ്ട്. ആദ്യം തന്നെ എന്താ എഴുതിയിട്ടുള്ളത്, ഹാഷ് ഇൻക്ലൂഡ് ഹെഡർ ഫയൽ. ആ ഹെഡർ ഫയൽ ആംഗിൾ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിലാണ് ഇട്ടിട്ടുള്ളത്. സെക്കൻഡ് ലൈൻ എന്താ, യൂസിങ് നെയിം സ്പേസ് ഐഡൻറ്റിഫയർ സെമികോളൻ ഇൻ ദ മെയിൻ ബ്രാക്കറ്റ്സ്. പിന്നെ ഒരു കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഉള്ളിലാണ് സ്റ്റേറ്റ്മെൻറ്റുകൾ എഴുതുന്നത്. ഓരോ സ്റ്റേറ്റ്മെൻറ്റ്സ് കഴിയുമ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, സെമികോളൻ ഇടുക. അങ്ങനെ എത്ര സ്റ്റേറ്റ്മെൻറ്റ്സ് വേണം അത്രയും നമ്മൾ എഴുതുന്നു. ലാസ്റ്റ് റിട്ടേൺ 0 സെമികോളൻ. ഇത്രയും എഴുതി നമ്മൾ ആ കേളി ബ്രാക്കറ്റ്, ഓപ്പൺ ചെയ്തിട്ടുള്ള കേളി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുകയാണ്. അപ്പോൾ ഇങ്ങനെ ഈ രീതിയിലാണ് നമ്മളുടെ C++ പ്രോഗ്രാം സ്ട്രക്ചർ ബേസ് പറയാം. ഇനി ഇതിൽ ഓരോന്നും ഓരോ പേരുകളുണ്ട്, ഓരോ ലൈൻസിന് ഓരോ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്കത് എന്താ നോക്കാം. ഫസ്റ്റത്തെയാണ് പ്രീ പ്രോസസ്സർ ഡയറക്റ്റീവ്സ്. അതായത് നമ്മളുടെ ഈ ആദ്യം എഴുതിയിട്ടുള്ള ഹാഷ് ഇൻക്ലൂഡ് ഹെഡർ ഫയൽ എന്ന് എഴുതിയിട്ടുള്ള ആ ഒരു ഭാഗമല്ലേ, അതിനെയാണ് പ്രീ പ്രോസസ്സർ ഡയറക്റ്റീവ്സ് എന്ന് പറയുന്നത്. അതിൽ നമ്മൾ ഹാഷ് ഇൻക്ലൂഡ് എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ ഹാഷ് എന്ന് പറയുന്ന സിമ്പൽ യൂസ് ചെയ്ത് ഇൻക്ലൂഡ് എന്ന് പറയുന്ന കീവേഡും യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഹെഡർ ഫയലിനെ, അതായത് ഏത് ഹെഡർ, നമുക്ക് പല ഹെഡർ ഫയൽസ് ഉണ്ട്, പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള പല ഹെഡർ ഫയൽസും ഉണ്ട്. അപ്പോൾ ഏതൊക്കെ ഹെഡർ ഫയൽസിനെ നമുക്ക് പ്രോഗ്രാമിലേക്ക് ഇൻക്ലൂഡ് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഭാഗത്തിനെയാണ് നമ്മൾ പ്രീ പ്രോസസ്സർ ഡയറക്റ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഹെഡർ ഫയൽസൊക്കെ ഇമ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ ഈ സെമികോളൻ എന്ന് പറയുന്ന കാര്യം ഈ ഒരു ഹാഷ് ഇൻക്ലൂഡ് ഹെഡർ ഫയൽ എന്ന് പറയുന്ന ലൈനിൽ നമ്മൾ വെക്കാറില്ല. അത് ഇമ്പോർട്ടിങ്ങിന് വേണ്ടിയിട്ട് മാത്രമേ യൂസ് ചെയ്യുന്നൊരു ഭാഗമാണ്. ഇനി നെക്സ്റ്റ് ആണ് ഹെഡർ ഫയൽസ്. ഈ ഹെഡർ ഫയൽ എന്ന് പറയുന്നത് എന്താ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് കുറേ പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഫങ്ഷൻസും ഒബ്ജക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ നമുക്ക് സിംപ്ലി ആക്സസ് ചെയ്യാനായിട്ട് പറ്റണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ഓരോ ഹെഡർ ഫയലുകളുണ്ട്. ഓരോ ഫങ്ഷൻസിന് ഓരോ ഹെഡർ ഫയൽസുകളൊക്കെ പ്രീ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, ഹെഡർ ഫയൽസ് എന്ന് പറയുന്നത്. ഹെഡർ ഫയൽസ് എന്ന് വെച്ചാൽ എന്താ, കുറേ ഫങ്ഷൻസുകളൊക്കെ ഓൾറെഡി പ്രീ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ ഫയൽസിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, ഹെഡർ ഫയൽസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഹാഷ് ഇൻക്ലൂഡ് IOStream. IOStream എന്ന് പറയുന്നത് എന്താണ്, ഒരു എക്സാമ്പിളാണ്. അതുപോലെ പല ഹെഡർ ഫയൽസ് ഉണ്ട്, stdio, math.lib, അങ്ങനെ കുറേ ഹെഡർ ഫയൽസുകൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഏതൊക്കെ നമുക്ക് വേണം എന്നുള്ള രീതിയിൽ നമ്മൾ ഹെഡർ ഫയൽസിനെ ഇവിടെ ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കും. നെക്സ്റ്റ് ഭാഗമാണ് യൂസിങ് നെയിം സ്പേസ് ഐഡൻറ്റിഫയർ. ഈ നെയിം സ്പേസ് എന്ന് പറയുന്നത് എന്താ, അതായത് ഇപ്പോൾ നമ്മളുടെ പ്രോഗ്രാമിങ്ങിൽ, നമ്മളുടെ കോഡിൽ നെയിമിങ് കൊളീഷൻസൊക്കെ കുറേ വരാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കോഡിൽ ഓരോ ഫങ്ഷൻ ബേസ് ആക്കി ഗ്രൂപ്പ് ചെയ്യാനൊക്കെ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന, യുണീക്കായി നിർത്താനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഭാഗമാണ് ഈ നെയിം സ്പേസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഭാഗമാണ് മെയിൻ ഫങ്ഷൻ. ഇൻറ്റു മെയിൻ എഴുതിയിരിക്കുന്നതുണ്ടോ, ഈ മെയിൻ ഫങ്ഷനാണ് നമ്മളുടെ എന്താ പറയുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫങ്ഷൻ എന്ന് പറയുന്നത്. അതായത് മെയിൻ ഫങ്ഷനാണ് ശരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്, നമ്മൾ എഴുതുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മളുടെ കോഡിനെ എക്സിക്യൂട്ട് ചെയ്യുന്നത് ശരിക്കും മെയിൻ ഫങ്ഷനാണ്. അതുപോലെ തന്നെ സ്റ്റാർട്ടിങ്ങും മെയിൻ ഫങ്ഷനാണ്. ഇപ്പോൾ എത്ര ഫങ്ഷൻസ് നമ്മുടെ ഒരു കോഡിൽ എഴുതിയാലും മെയിൻ ഫങ്ഷനാണ് ശരിക്കും എന്ത് ചെയ്യുന്നത്, നമ്മുടെ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ മെയിൻ ഫങ്ഷൻ എഴുതിയിട്ട് നമ്മൾ എഴുതിയിരിക്കുന്ന ഓപ്പണിംഗ് കേളി ബ്രാക്കറ്റ് മുതൽ ക്ലോസിങ് കേളി ബ്രാക്കറ്റ് വരെയുള്ള കാര്യങ്ങളാണ് ഫുള്ളി എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. എന്താണ് പ്രീ പ്രോസസ്സർ ഡയറക്റ്റീവ്സ്, എന്താണ് നെയിം സ്പേസ്, എന്താണ് മെയിൻ ഫങ്ഷൻ എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്കിതിൽ പറയാനുള്ളത്. ഇനിയൊരു സിമ്പിൾ പ്രോഗ്രാം നമുക്ക് തന്നിട്ടുണ്ട്. എങ്ങനെയാണൊരു സിമ്പിളി ഉള്ളൊരു C++ പ്രോഗ്രാം, ജസ്റ്റ് ഒരു മെസ്സേജ് പ്രിൻറ്റ് ചെയ്യുന്നൊരു ഫങ്ഷൻ എഴുതിയിട്ടുണ്ട്, ഒരു പ്രോഗ്രാം എഴുതിയിട്ടുണ്ട്. അതിൽ നമ്മൾ എന്ത് എഴുതിയിട്ടുണ്ട്, ഹാഷ് ഇൻക്ലൂഡ് IOStream. നമ്മൾ കൂടുതലും കോമൺലി യൂസ് ചെയ്യുന്ന ഒരു ഹെഡർ ഫയൽ IOStream ആണ്. അതായത് നമുക്ക് ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഫങ്ഷൻസും ഒബ്ജക്ട്സും ഒക്കെ ഉള്ളത് IOStream എന്ന് പറയുന്ന ഹെഡർ ഫയൽ ആയതുകൊണ്ട്
IO stream എന്ന് പറയുന്ന ഹെഡർ ഫയലാണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ #include IO stream. നെക്സ്റ്റ് യൂസിങ് നെയിം സ്പേസ് STD നമ്മളുടെ ഐഡൻറ്റിഫയർ ആയിട്ട് എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതും കോമൺ ആയിട്ട് വരുന്നതാണ്. യൂസിങ് നെയിം സ്പേസ് STD *, മെയിൻ, ഇത്രയും കാര്യങ്ങൾ കോമൺ ആണ് കേട്ടോ. ഇനി നമ്മൾ എന്ത് ചെയ്യുക, മറ്റേ കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. നമുക്ക് ജസ്റ്റ് ഒരു മെസ്സേജ് മാത്രമേ പ്രിൻറ്റ് ചെയ്യാനുള്ളൂ എന്നുണ്ടെങ്കിൽ ആ മെസ്സേജ് മാത്രം കൊടുത്താൽ പോരെ, വേറൊന്നും നമുക്ക് ആവശ്യമില്ല. അപ്പോൾ നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട് അല്ലേ, പ്രിൻറ്റ് ചെയ്യാൻ ഡിസ്പ്ലേ ചെയ്യാനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ് അല്ലേ. അപ്പോൾ ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ് എന്താ, നമ്മൾ COUട്ടിലല്ലേ എഴുതുക. COUട്ടിൽ ഒരു മെസ്സേജിനെയാണ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, COUട്ടിൽ നമ്മൾ എന്ത് ചെയ്യുക, ഡബിൾ കോഡ്സിൽ എന്താണോ മെസ്സേജ് അത് എഴുതുക. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള മെസ്സേജ് എന്താ, ഹലോ വെൽക്കം ടു C++, ഇത്ര എഴുതിയിട്ട് സെമിക്കോളൻ ഇടുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് എഴുതാനായിട്ട് അല്ലേ. ജസ്റ്റ് ഒരു മെസ്സേജാണ്, അത് നമ്മൾ COUട്ടിൽ എഴുതി കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് എന്താ, റിട്ടേൺ 0 പറയുക, ക്ലോസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് ഒരു സിമ്പിൾ പ്രോഗ്രാം നമ്മൾ C++ൽ എഴുതുന്നത്. നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയാനുള്ളത് എന്താ, കമൻസിനെ പറ്റിയിട്ടാണ്. അവിടെ കമൻസ് എന്താണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഡോക്യുമെൻറ്റേഷൻ എന്താണെന്നൊക്കെ 3rd ചാപ്റ്ററിൽ പഠിച്ചതല്ലേ. അപ്പോൾ അത് തന്നെയാണ് ഈ കമൻസ് എന്ന് പറയുന്നത്. കമൻസ് എന്താണെന്ന് പറയുന്നുണ്ട്, കമൻസ് പ്ലേ എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ എസ് ദേ പ്രൊവൈഡ് ഇൻറ്റേർണൽ ഡോക്യുമെൻറ്റേഷൻ ഓഫ് എ പ്രോഗ്രാം. ദേ ആർ ലൈൻസ് ഇൻ എ കോഡ് ദറ്റ് ആർ ആഡഡ് ടു ഡിസ്ക്രൈബ് ദ പ്രോഗ്രാം അല്ലേ. അതായത് നമ്മുടെ പ്രോഗ്രാമിലുള്ള ഓരോ ലൈൻസും ഓരോ കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഓരോ ലൈൻസിനെ പറ്റിയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ പ്രോഗ്രാമിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്താ പറയുക, കമൻറ്റ്സ് എന്ന് പറയാം. ഇനി കമൻറ്റ്സ് നമുക്ക് 2 രീതിയിൽ എഴുതാൻ പറ്റും. ഒന്ന് സിംഗിൾ ലൈൻ കമൻറ്റും ഉണ്ട്, ഒന്ന് മൾട്ടി ലൈൻ കമൻസും ഉണ്ട്. എന്താണ് ഇപ്പോൾ നമുക്ക് ഒറ്റ വരിയിൽ മാത്രം അല്ലെങ്കിൽ ഒറ്റൊരു വേർഡിൽ മാത്രമാണ് ഒരു കമൻറ്റ് എഴുതാനുള്ളതെന്നുണ്ടെങ്കിൽ നമ്മൾ എഴുതുന്ന രീതിയും, അതുപോലെ തന്നെ കുറച്ചധികം ഒരു 2-3 ലൈൻസൊക്കെ ആയിട്ട് നമുക്ക് കമൻറ്റുകൾ എഴുതാമെന്നുണ്ടെങ്കിൽ അത് മൾട്ടി ലൈൻ കമൻസ് ആണ്. അപ്പോൾ അത് എഴുതുന്ന രീതിയും വ്യത്യാസമുണ്ട്. സിംഗിൾ ലൈൻ കമൻസ് ആണെന്നുണ്ടെങ്കിൽ ഒരു ഡബിൾ സ്ലാഷ് ഇട്ടിട്ട് നമുക്ക് എഴുതാം. ഇപ്പോൾ ഒരു പ്രോഗ്രാം നമ്മൾ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ലൈൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെ 2 ഡബിൾ സ്ലാഷ് ഇടുക, അതിനപ്പുറത്ത് എഴുതുന്നതല്ലാതും കമൻറ്റിൽ വിടും. ഇനി നെക്സ്റ്റ് മൾട്ടി ലൈൻ കമൻസ് ആണെന്നുണ്ടെങ്കിലോ, ഏതാണോ ലൈൻ അത് കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ എവിടെയാണോ നമുക്ക് കമൻറ്റ് എഴുതുന്നത് അവിടെ സ്ലാഷ് ഇടുക, ഒരു സ്റ്റാർ ഇടുക, എന്നിട്ട് നമ്മുടെ കമൻറ്റ്സ് എഴുതുക. എത്രയാണോ ലൈൻസ് അത്രയും എഴുതുക. ലാസ്റ്റ് ഒരു സ്റ്റാറും സ്ലാഷും ഇട്ടത് ക്ലോസ് ചെയ്യാം. ഈ ഒരു രീതിക്കാണ് നമ്മൾ എഴുതുന്നത്, കമൻറ്റ്സ് എഴുതുന്നത്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, സിംഗിൾ ലൈൻ കമൻറ്റ് ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഡബിൾ സ്ലാഷ് ഇട്ടതിന് ശേഷം എഴുതുന്നതല്ലാന്ന് കമൻറ്റാണ്, പിന്നെ അത് ക്ലോസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. മൾട്ടി ലൈൻ കമൻറ്റ് ആണെന്നുണ്ടെങ്കിൽ സ്ലാഷ് സ്റ്റാർ അതിൻ്റെ ഉള്ളിൽ വേണം കമൻറ്റ് എഴുതാൻ, എന്നിട്ട് ലാസ്റ്റ് ക്ലോസ് ചെയ്യുക സ്റ്റാർ സ്ലാഷ്. ഇങ്ങനെയാണ് കമൻറ്റ്.